കഥാപ്രസംഗ കലയെ ഉയരങ്ങളിലെത്തിച്ച പ്രതിഭ വി സാംബശിവന്റെ ഒരു ജന്മദിനം കൂടി കടന്നുപോകുന്ന ഈ വേളയിൽ പത്തനംതിട്ടയിലെ കഥാപ്രസംഗ രംഗത്തെ ജൂനിയർ സാംബശിവൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ നിരണൻ രാജൻ തന്റെ ഗുരുതുല്യനായ വി സാംബശിവനെ കുറിച്ച് ഓർമ്മ പങ്കിടുന്നു. വിശ്വസാഹിത്യത്തിന്റെ വിശാല ലോകം മലയാളികൾക്ക് മുന്നിൽ തുറന്നുകൊടുത്ത കഥാപ്രസംഗ രംഗത്തെ കുലപതിയും ആയിരക്കണക്കിന് വേദികളിൽ കഥ പറഞ്ഞ് സാധാരണക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച അതുല്യ കലാകാരനുമാണ് വി സാംബശിവനെന്നും അദ്ദേഹം പറഞ്ഞു. കേരളാവിഷന് വരുവാണ്. സന്തോഷം. അപ്പൊ അതിനു മുമ്പ് തന്നെ കേരളാവിഷന്റെ പ്രേക്ഷകർക്ക് ഇത് ഡോക്ടർ നിരണൻ രാജൻ കാതികൻ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഥാപ്രസംഗത്തിന്റെ കുലപതി വി സാംബശിവന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ഒരു കത്ത് കിട്ടിയെന്ന് അറിഞ്ഞു. അപ്പൊ അത് സാറിന്റെ അറിവായിട്ടുണ്ട്. ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിധി പോലെ സമ്പത്ത് സാറിന്റെ കത്ത് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഈ കത്ത് അദ്ദേഹം 1689 ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു കഥാപ്രസംഗം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. സാറേ, എൻ്റെ ഒരു കഥാപ്രസംഗം ഓൾ ഇന്ത്യ റേഡിയോ വരുന്നുണ്ട്, സാർ ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയമുണ്ടെങ്കിൽ മറന്നില്ലെങ്കിൽ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞെങ്കിലും നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് കേൾക്കാനത് കഴിഞ്ഞില്ല. പ്രോഗ്രാം തിരക്കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ലെറ്റർ അയച്ചു. ആ ലെറ്റർ ഞാൻ ആദ്യം ഏതാനും വരികളൊന്ന് വായിച്ചോട്ടെ. പ്രിയപ്പെട്ട നിരണം രാജൻ അറിയുന്നതിന് കത്ത് കിട്ടി, വളരെ സന്തോഷം. അതായത് ഇൻവിറ്റേഷൻ കത്ത് കിട്ടിയെന്നർത്ഥം. റേഡിയോ കഥ കേൾക്കുവാൻ സാധിച്ചില്ല, ദുഃഖിക്കുന്നു. രാജന്റെ പക്കൽ കാസറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് തരൂ, കേട്ടിട്ട് തിരികെ തരാം. ജൂൺ 10 സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നു. എറണാകുളത്ത് വെച്ചാണ്. ഈ മാസം തന്നെ ഒരു ശില്പശാലി കൂടുന്നുണ്ട്. രാജന്റെ ഉത്സാഹപൂർവമായ അന്വേഷണം ഞാൻ എക്സിക്യൂട്ടീവിൽ പറയാം. എല്ലാ ആശംസകളും. അദ്ദേഹത്തിന്റെ പുരോഗമന നമ്മുടെ ഈ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ കേരളത്തിന്റെ മണ്ണില് വേരോടാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ആ കാലഘട്ടത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുമ്പോൾ എനിക്ക് ഇടതുപക്ഷത്തിന് ഒരു 1000 ജനങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷനായിരുന്നു, ആവേശമായിരുന്നു. അദ്ദേഹം ഒരു കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ, അതായത് രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു ആവേശമായിരുന്നു. സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനമാണെങ്കിലും സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലാത്ത ഒരു ജില്ലാ സമ്മേളനം ഇല്ല. സംസ്ഥാന സമ്മേളനം 100% ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആവേശമായിരുന്നു ആ കാലഘട്ടത്തിൽ. വിലയ്ക്ക് വാങ്ങാം യന്ത്രം, 20ാം നൂറ്റാണ്ട്, അങ്ങനെ ധാരാളം കഥകൾ. അപ്പൊ അതിലേതെങ്കിലും ഓർക്കുന്നത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ISRയുടെ ഒരു കഥയുണ്ട്. യന്ത്രം യന്ത്രം യന്ത്രം, മനോഹരമായ പാട്ടായിരുന്നു. പിന്നെ പുഷ്പിത ജീവിത വടിയിലോ ഒരപ്സര സുന്ദരി അനനസ്യ. സുന്ദരിമാരാകുമ്പോൾ ആരാധകരാണ്, പക്ഷേ ആരാധകരില്ലാത്ത വനിതൻ, നമ്മുടെ ഈ കഥയിലെ പെങ്കുച്ചിന് ആരാധകരില്ലാത്ത വനിതൻ, ആരോമൽ നായികയാണ് അനസ്യ. പുഷ്പിത ജീവിത വടിയിലോ ഒരപ്സര സുന്ദരി അനനസ്യ. അദ്ദേഹത്തിനോടൊപ്പം തന്നെ പാടുകയും ജൂനിയർ സാംബശിവനൊക്കെ ഉള്ള അറിയപ്പെടാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഈശ്വരാനുഗ്രഹത്താല് ആ കാലഘട്ടത്തിൽ പല വേദികളിൽ നോട്ടീസിൽ ജനങ്ങൾ വെച്ചുകൊണ്ടത് ജൂനിയർ സാംബശിവൻ എന്നായിരുന്നു. അദ്ദേഹം വലിയൊരു ഉദയസൂര്യനായിരുന്നു. സത്യം പറയും, ഉദയസൂര്യൻ. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഗാനഗന്ധർവൻ ഡോക്ടർ KG യേശുദാസ് കഴിഞ്ഞാൽ ഇത്രയും സമ്പത്ത് സാറിനെ പോലെ ആരാധനയുള്ള ഒരു കലാകാരൻ ആ കാലഘട്ടത്തിൽ ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു കഥാപ്രസംഗം കൂടി വന്നാൽ ഒരു 500 പേര് കൂടുതൽ കാണത്തില്ല. പിന്നെ വലിയ ക്ഷേത്രങ്ങളും വലിയ പള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കാണും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 5000 മുതൽ 10000 വരെ ആൾക്കാർ കൂടുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഈ കഥ പറഞ്ഞു വരുമ്പോഴത്തേന് ഈ മോഡുലേഷൻ ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് വേണ്ടി ആ മോഡുലേഷനിൽ എന്തെങ്കിലും അതിന്റെ അവതരണത്തിന്റെ ആദ്യത്തെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കീബോർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വെൺമണിയാണ് അദ്ദേഹത്തിന്റെ കീബോർഡിസ്റ്റ്. ഇതിപ്പോ ഒരു ചെറിയ പെട്ടിയാണ്, വലിയ ശബ്ദമൊന്നും ഇല്ലാത്ത പെട്ടിയാണ്. അത് ഒരു അനുഗ്രഹീതനായ വേറൊരു കലാകാരനാണ്. സാമ്പത്ത് സാറിന് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ച ഒരു ഹാർമോണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഓർക്കസ്ട്ര തന്നെ തബലക്കാരാണെങ്കിൽ ഒരു വെല്ല് മാത്രമേ ഉള്ളൂ, തബല വായിക്കുന്നില്ല. ഡെക്ക ഒറ്റ വെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കസ്ട്രക്കാരും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ പക്കാമേളം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ആ പക്കാമേളം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഓർക്കസ്ട്രക്കാരും അനുഗ്രഹീതനായ ഹാർമോണിസ്റ്റും തബലയും ക്ലാർനെറ്റ് ബേയിച്ചെണ്ണായിരുന്നു. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ അവതരണത്തിന് ഒരു സാമ്പിൾ വേണ്ടി കിട്ടും. സഹൃദയ സുഹൃത്തുക്കളെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. ഈ വലിയ വേദിയിലേക്ക് എന്നെ വിളിക്കാൻ സന്മനസ് കാണിച്ച ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സവിശേഷമായ പരിഗണനയ്ക്കായി സമനയം സസന്തോഷം കഥാപ്രസംഗം ആരംഭിക്കുന്നു. അഭിവാദനങ്ങൾ. ഈ ഹാർമോണിയവും ഈ തബലയ്ക്കൊരടിയും ഡെക്കയ്ക്കൊരടിയും സിമ്പലും കൂടെ വന്നു കഴിയുമ്പോൾ
സത്യം പറഞ്ഞാൽ ആ പ്രദേശം ഞെട്ടും. ഒരു ഇലക്ട്രോണിക്സും ഇല്ല, ഡിലേ ഇല്ല, ഇന്നത്തെ ഹലോ ഒന്നുമില്ല, ഡിലേ ഇല്ല, മോണിറ്റർ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞൊരു സിനിമ കാണുന്ന പോലെ. അതായത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ചലിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആരും സീറ്റ് വലിക്കത്തില്ല, ആരെങ്കിലും കേൾപ്പോൾ ഇത് പാമ്പ് പിടിച്ചവൻ എവിടെയെങ്കിലും ഒരു സീറ്റ്, ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീറ്റ് വലിച്ചാൽ പിറ്റേ ദിവസം ആ ഭാഗം പറയത്തില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ആ അവതരണത്തിൽ എവിടെ ഒരു പാളിച്ച പറ്റുകൊണ്ടായിരിക്കാം. അങ്ങനെ പോലും ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും ഏതെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ധാരാളമുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല. തരുന്നിതാ ഞാൻ എൻ ഹൃദയം, തരുമോ നികിത എൻ ഹൃദയം, തരുമോ നികിത എൻ ഹൃദയം, തരുമോ നികിത എൻ ഹൃദയം, ഒത്തിരി പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞ് പുഷ്പിത ജീവിതം നമ്മൾ പാടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ചേറെ മനോഹരമായ പാട്ടുകളുണ്ട്. ഞാൻ അത്രയും പ്രിപ്പയർഡായി നിൽക്കാത്തതുകൊണ്ട് എനിക്ക് പാട്ടുകളെല്ലാം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അതിനുശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നു കഥാപ്രസംഗ വേദിയില്? എന്നോട് ചോദ്യം. ഇപ്പൊ ഞാനിപ്പോ 56-ാം വർഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഥാപ്രസംഗ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിഷ്വൽ കഥാപ്രസംഗം ഞാൻ അവതരിപ്പിക്കുന്നു. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പാഞ്ഞു വരുന്നു എന്ന് കാസിയൻ പറയുമ്പോൾ പറയുക മാത്രമല്ല, വലിയ LED സ്ക്രീനിൽ 200 സ്ക്വയർ ഫീറ്റ് സ്ക്രീനിൽ വിത്ത് സൗണ്ട് സിസ്റ്റം, പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, ഇപ്പോൾ അടിപൊളി പരിപാടിയുണ്ട്. ആ ലെവലിലേക്ക് യുവജനങ്ങളെ കൂടി ഇതിനകത്ത് ആകർഷിക്കത്തക്ക നിലയിൽ എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗം കല ഒരു അനൗപചാരിക വിദ്യാഭ്യാസമാകും മാറ്റിയിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി, അതായത് അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് നൽകി എന്നെ ആദരിച്ചതിൻ്റെ പ്രധാന കാര്യം കഥാപ്രസംഗത്തെ ഇപ്പോൾ മഹാഭാരതത്തിൽ ഭീഷ്മർ എടുക്കുന്നു. അപ്പോൾ അത്രയും സമയം പറയുമ്പോൾ മഹാഭാരതത്തിൽ വലിയൊരു പോർഷൻ ഭീഷ്മർ ആരാണ്, അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അപ്പോൾ ഒരു പോർഷൻ നമ്മൾ പഠിക്കുകയാണ്. അതായത് കഥാപ്രസംഗത്തിൽ ഒരു അനൗപചാരിക വിദ്യാഭ്യാസം, ഒരു വലിയൊരു സന്ദേശം കൊടുക്കുകയല്ല. ഒരു കഥ മഹാഭാരതം ഇപ്പോഴത്തെ പുതിയ തലമുറ ആരും വായിക്കുമോ? സാധ്യതയില്ല. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ മഹാഭാരതം എന്താണെന്നും വ്യാസൻ ആരാണെന്നും ഭീഷ്മർ എന്താണെന്നും പഠിക്കുകയാണ്. അതിപ്പോ ഒരു ഇതാണ്. എങ്ങനെയുണ്ട്? പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഫാമിലി ആരൊക്കെയാണ്? എനിക്ക് ഭാര്യ സിസിലി രാജൻ, 2 മക്കൾ. മൂത്ത മകൻ അരുൺ രാജ് വിവാഹിതനാണ്, ഭാര്യ റിൻഡു. അവർ രണ്ടും UK ഉള്ളൂ. മകനായതുകൊണ്ട് പറയില്ല, മനോഹരമായിട്ട് പാടും. പുതിയ തലമുറയ്ക്ക് ആകർഷമായ രീതിയിൽ ചാടിയൊക്കെ ഉള്ള സ്റ്റൈലിൽ മനോഹരമായിട്ട് പാടുന്നതാണ് റിൻഡു, അരുൺ രാജ്. ഇളയത് മകളാണ്, അവിടെ നേഴ്സാണ്. ഈശ്വര കൃപയാൽ അയർലൻഡിൽ 2 പേരും, രഞ്ജു ഹസ്ബൻഡ്, അനുരാജ് മകള്, അവിടെ ഈശ്വരത്താൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ പുഷ്പിത ജീവിത വാടിയിലോ ഒരു അപ്സര സുന്ദരിയായിരിക്കുന്നു അനീഷ എന്ന് പറഞ്ഞ പോലെ തന്നെ കഥാപ്രസംഗം ഉള്ളിടത്തോളം കാലം വി സാംബശിവൻ എന്ന അനുഗ്രഹ പ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നവഭാഗം അർപ്പിച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.